വെളിപ്പാട് പുസ്തകം 21 അധ്യായം 2 വാക്യം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് യോഹന്നാൻ്റെ ശ്രദ്ധ സ്വർഗത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. പുതിയ യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അത് താഴേക്ക് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് വരികയാണ്. പുതിയ ഭൂമിയിലെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഈ പട്ടണമാണ്. ഈ പട്ടണം സ്വർഗത്തിൽ പണിതിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് യേശു കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 14:2 വെളിപ്പെടുത്തുന്നു. തൻ്റെ മണവാട്ടിക്കായി പ്രത്യേകം പണി കഴിപ്പിക്കപ്പെട്ട പട്ടണം. അതുകൊണ്ടാണ് അബ്രഹാം വെളിപ്പെടുത്തിയത് എബ്രായ ലേഖനം 11 ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതുമായ നഗരം. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിന് എബ്രായ ലേഖനം 12 അധ്യായത്തിൽ യെരുശലേം എന്നതിന് സമാധാനത്തിൻ്റെ നഗരം എന്നാണല്ലോ അർത്ഥം. പഴയ യെരുശലേം എന്ന് പറയുന്നത് പലപ്പോഴും ഇടിക്കപ്പെടുകയും പണിയപ്പെടുകയും ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പട്ടണമായിരുന്നു. എന്നാൽ പുതിയ യെരുശലേം ഒരിക്കലും നശിച്ച് പോകുന്നതല്ല. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയാണ് പുതിയ യെരുശലേം അല്ലെങ്കിൽ ആ പട്ടണത്തിൽ പാർക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് 19 അധ്യായം 7 കുഞ്ഞാടിൻ്റെ കാന്ത കല്യാണത്തിനായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൾ ലളിതമായ വസ്ത്രധാരണവും ചെയ്തിരിക്കുന്നു. മണവാട്ടിയാകുന്ന പുതിയ യെരുശലേമിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് 19 വാക്യത്തിൽ കൂടുതലായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ബോഡി ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ക്രിസ്തുവെന്ന മണവാളന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ എന്ന മണവാട്ടി ഈ പുത്തൻ യെരുശലേമിൽ പാർക്കും. ഇതിനായി നമ്മളെ തന്നെ ഒരുക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.